നിരോധനാജ്ഞയുടെ പശ്ചാത്തലത്തിലും കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് വിരുദ്ധ പ്രക്ഷോഭം തുടരാൻ സമരസമിതി. കളക്ടറും ചില പോലീസ് ഉദ്യോഗസ്ഥരും ഫ്രഷ് കട്ടിന്റെ പാർട്ട്ണർമാരെ പോലെ പെരുമാറുന്നുവെന്നാണ് സമരസമിതിയുടെ ആരോപണം. നിരോധനാജ്ഞയുടെ പശ്ചാത്തലത്തിൽ സമരവേദി കൊയിലാണ്ടി എടവണ്ണ ദേശീയപാതയിലെ അമ്പലമുക്കിലേക്ക് മാറ്റും. 4000-ഓളം കുടുംബങ്ങളെ ഒരു വിലയും കൽപ്പിക്കാതെ, ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കാതെ, സർവകക്ഷി മീറ്റിംഗില് കോഴിക്കോട് ജില്ലയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിലുള്ള ഫ്രഷ് കട്ടിന്റെ ചുറ്റുപാടുമുള്ള നിരോധാജ്ഞ കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കളക്ടറും ചില പോലീസ് ഉദ്യോഗസ്ഥരും ഫ്രഷ് കട്ടിന്റെ പാർട്ണർമാരെ പോലെയാണ് പെരുമാറുന്നത്. സമരസമിതിയെ സംബന്ധിച്ചിടത്തോളം നിരോധാജ്ഞ പ്രഖ്യാപിച്ചാലും ജനകീയ സമരം കൊണ്ട് കളക്ടറുടെയും പോലീസ് ഉദ്യോഗസ്ഥരെയും കണ്ണു തുറപ്പിക്കുന്ന രീതിയിലുള്ള സമരമുറകളുമായി ജനാധിപത്യ രീതിയിൽ ഞങ്ങൾ ശക്തമായി സമരവുമായി മുന്നോട്ട് പോകാനാണ് സമരസമിതിയുടെ തീരുമാനം. അതേസമയം പ്രതിഷേധ സാധ്യത നിലനിൽക്കുന്നതിനാൽ കമ്പനി തുറക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. MS അനീഷ് കുമാർ കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പ്രതിഷേധത്തിന്റെ സ്ഥലം മാറുന്നു എന്നതിനപ്പുറം പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സമരസമിതി തീരുമാനിക്കുന്നത്, അല്ലേ? നേരത്തെ അറിയിച്ചിരുന്നത് പോലെ ഒരുപക്ഷെ ഇന്ന് ഈ ഫ്രഷ് കട്ട് വീണ്ടും തുറക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. ഈ ശക്തമായ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിലാണോ ഈ ഫ്രഷ് കട്ട് നിലവിലിപ്പോൾ തുറക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്? രണ്ട് കാര്യങ്ങളിലാണ് കഴിഞ്ഞ ദിവസം കളക്ടർ കർശനമായ നിർദ്ദേശം നൽകിയത്. ഒന്ന്, 25 ടൺ സംസ്കരണ ശേഷി എന്നതിൽ നിന്നും 20 ടണ്ണിലേക്ക് കുറയ്ക്കുക എന്നതാണ്. മറ്റൊന്ന്, ഈ പഴയ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല. പലപ്പോഴും പഴയ മാലിന്യങ്ങളിൽ നിന്നാണ് വലിയ തോതിലുള്ള ദുർഗന്ധം പുറത്തേക്ക് വമിക്കുകയും നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് അക്കാര്യം സംബന്ധിക്കില്ല. മറ്റൊന്ന്, ഈ കുടിവെള്ള സ്രോതസ്സുകൾ കൃത്യമായി എപ്പോഴും പരിശോധിക്കണം. പ്ലാന്റിൽ നിന്നും പുറത്തേക്ക് വിടുന്ന വെള്ളം ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും NITയിൽ എത്തിച്ച് പരിശോധിക്കണം എന്ന നിർദ്ദേശവും നൽകിയിരുന്നു. എന്തായാലും ഈ നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം ഇന്നലെയായിരുന്നു ആദ്യ പ്രവർത്തനം. പക്ഷേ ഇന്നലെ പ്ലാന്റ് തുറന്നു പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. ഇന്നലെ വൈകിയും നമ്മൾ ഈ ഫ്രഷ് കട്ട് ഉടമകളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ ഈ അവശേഷിക്കുന്ന ന്യൂനതകൾ അല്ലെങ്കിൽ ഈ തീവെപ്പിന് ശേഷം പ്ലാന്റിനുണ്ടായ കുഴപ്പങ്ങൾ എന്നിവ പരിഹരിക്കുന്നതിനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം മാത്രമേ തുറന്നു പ്രവർത്തിക്കൂ എന്നാണ് അറിയിച്ചിരുന്നത്. ഒപ്പം ഈ ഒരു സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കയും ഈ ഫാക്ടറി ഉടമകൾ പങ്കുവച്ചിരുന്നു. കാരണം ഏത് നിമിഷവും ആക്രമിക്കപ്പെടാം അല്ലെങ്കിൽ സമരം നടത്തും എന്ന പ്രഖ്യാപനം ഈ പ്രതിഷേധക്കാർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊരു വീണ്ടും അക്രമത്തിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്ന് അവർ പറയുകയും ചെയ്തു. പക്ഷേ ജില്ലാ ഭരണകൂടത്തിൻ്റെ കാര്യത്തിൽ നിന്നും ഇക്കാര്യത്തിൽ ഒരു അനുകൂല തീരുമാനം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഫ്രഷ് കട്ടിന് 300 മീറ്റർ ചുറ്റളവിലും ഫ്രഷ് കട്ടിലേക്കുള്ള റോഡുകളുടെ 50 മീറ്ററിലും അമ്പായത്തോട് ജംഗ്ഷനിൽ 100 മീറ്റർ ഭാഗത്തും ഏതാണ്ട് പ്രതിഷേധ പ്രകടനങ്ങൾ നിരോധിച്ചിരുന്നു. ഈ ഭാഗങ്ങളിൽ 4ൽ കൂടുതൽ ആളുകൾ കൂട്ടം ചേരാൻ പാടില്ല എന്ന ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. ഒപ്പം ഈ സമരങ്ങളോ മറ്റ് പ്രതിഷേധ പരിപാടികളോ ഈ പരിധിക്കുള്ളിൽ നടത്തരുത് എന്ന നിർദ്ദേശവും നൽകിയിരുന്നു. എന്തായാലും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സമരവേദി മാറ്റാനുള്ള സമരസമിതിയുടെ തീരുമാനം ഇന്നലെ രാത്രി വരികയും കൊയിലാണ്ടി എടവണ്ണ ദേശീയപാതയിൽ അമ്പലമുക്ക് ഭാഗത്ത് ഈ പന്തൽ കെട്ടി സമരം ആരംഭിക്കാൻ തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുന്നത്. എപ്പോൾ സമരം ആരംഭിക്കും എന്നത് സംബന്ധിച്ചൊരു കൃത്യമായ വിവരം ഈ സമര ഭടന്മാരുടെ കയ്യിൽ നിന്നും ഉണ്ടാവും. നിലവിൽ സമരത്തിലെ പ്രധാന നേതാക്കളൊക്കെ ഒളിവിൽ കഴിയുകയാണ്. അവർക്ക് പലതരത്തിലുള്ള കേസുകളാണ് അവർക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. ഏതാണ്ട് 300-ലധികം പേരുകളാണ് ഈ കേസുകളിൽ പ്രതികളായിരിക്കുന്നത്. അതിൽ പോലീസുകാരെ ആക്രമിച്ച വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. ഫാക്ടറിക്ക് നേരെ ഉണ്ടായ അതിക്രമം, അങ്ങനെ ഒരുപാട് വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നുണ്ട്. അവരിൽ പലരും ഇപ്പോഴും ഈ അമ്പായത്തോടക്കമുള്ള ഇടങ്ങളിലേക്ക് എത്താത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പല വീടുകളിലും ആളുകളില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ പ്രതിഷേധക്കാർ അതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന സമരസമിതി പൂർണ്ണമായും കളത്തിലേക്ക് ഇറങ്ങി ഒരു സമരം നടത്തുകയില്ല. മറിച്ച് ഒരു സമര സഹായ സമിതി എന്ന രീതിയിലൊരു സഹായ സമിതി രൂപീകരിക്കുന്നുണ്ട്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് സെൻറ് മേരീസ് സ്കൂളിലാണ് ഇത് സംബന്ധിച്ച സമര സഹായ സമിതിയുടെ യോഗം ചേരുക എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ യോഗത്തിന് ശേഷമാവും ഒരു പൂർണ്ണ തോതിലുള്ള സമരസമിതി പ്രവർത്തനം വീണ്ടും പുനരാരംഭിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സാഹചര്യങ്ങൾ അങ്ങേയറ്റം സംഘർഷഭരിതമായ രീതിയിലേക്ക് തന്നെ വീണ്ടും പോകും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. കാരണം ഫാക്ടറി എപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്നു അപ്പോൾ സമരവും ആരംഭിക്കുമെന്ന് നാട്ടുകാർ അറിയിച്ചിട്ടുണ്ട്.
അറിയിച്ചിട്ടുണ്ട്. അത് സമാധാനപരമായ രീതിയിലൊക്കെ ആവും സമരം എന്ന് പറയുമ്പോഴും അതേത് തരത്തിലേക്ക് ഇനി നീങ്ങും എന്നതാണ് ഒരു ആശങ്കയായി നിലനിൽക്കുന്നത്. എന്തായാലും ഫാക്ടറി ഉടമകൾ പൂർണ്ണമായും പിഴവുകൾ പരിഹരിച്ച് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ മാത്രമേ ഫ്രഷ് കട്ടിൻ്റെ പ്രവർത്തനം പുനരാരംഭിക്കൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം ജില്ലാ കളക്ടറുടെ കൃത്യമായ ഒരു മേൽനോട്ടം ഇനി ഇക്കാര്യത്തിൽ ഉണ്ടാവും. ഒപ്പം ഒരു സർവകക്ഷി സംഘത്തെ കളക്ടർ നിയോഗിച്ചിട്ടുണ്ട്. 3 മുന്നണികളിലെയും പ്രധാന പാർട്ടികളിലെ നേതാക്കൾ അടങ്ങുന്ന ഒരു സമിതിയാണ്. ആ സമിതിയും വരും ദിവസം ഈ ഫാക്ടറിയുടെ പ്രവർത്തനം പുനരാരംഭിച്ച ശേഷം ഫ്രഷ് കട്ടിൽ ഒരു സന്ദർശനം നടത്തി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ കൂടി അടിസ്ഥാനത്തിലാവും ഭാവിയിൽ ഈ ഫാക്ടറിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന ഒരു തീരുമാനമുണ്ടാവുക. എന്തായാലും നിലവിൽ നിയമാനുസൃതമായാണ് ഫാക്ടറി പ്രവർത്തിക്കുന്നത്. ഹൈക്കോടതി പ്രവർത്തനാനുമതി നൽകിയിട്ടുള്ളതാണ്. സാധനങ്ങൾ അകത്തേക്കും പുറത്തേക്കുമൊക്കെ മാറ്റുന്നതിനുള്ള പ്രൊട്ടക്ഷൻ ഉത്തരവും നിലവിൽ ഉണ്ട്. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ 2-3 കാര്യങ്ങളെക്കുറിച്ച് ഇനിയും വ്യക്തത വരണം. എന്ന് ഫാക്ടറി പ്രവർത്തനം തുടങ്ങും, എപ്പോൾ സമരസമിതി അതിൻ്റെ സഹായ സമിതിയുടെ പ്രവർത്തനം ആരംഭിക്കും, പോലീസിൻ്റെ അടക്കം ഭാഗത്തുനിന്ന് എന്തൊക്കെ നടപടികളാണ് ഇനി ഉണ്ടാവുക എന്നും കണ്ടറിയണം. തീർച്ചയായും. MS അനീഷ് കുമാറാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.